ഫസ്റ്റിലത്തെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? ഇതാകെ 28,000 ഓടിയിട്ടുള്ളൂ. 28,000 കിലോമീറ്റർ. നമ്മൾ മറ്റു വണ്ടി എത്ര ഓടി? അത് 25,000 ഓടിയിട്ടുള്ളൂ. 25,000. നമ്മളിപ്പോൾ രണ്ട് വാഹനങ്ങൾ നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് ഇപ്പം നമുക്ക് ഉണ്ടായ അനുഭവം, നമ്മുടെ അടുത്ത് ഒരു 2024 രണ്ട് XUV ഉണ്ടായിരുന്നു. ആ രണ്ട് XUVയും 2024 രണ്ടും കിലോമീറ്റർ ഓടി 25,000 കിലോമീറ്റർ. അത് രണ്ടും ഓടിക്കുന്നത് 28,000. അഥവാ 24 രണ്ട് വാഹനങ്ങൾ 28,000 കിലോമീറ്ററോട് രണ്ട് XUV പരിചയപ്പെടുത്തിയപ്പോഴേ എന്തായാലും അനുഭവം. ചില ഒരാൾ ചോദിക്കുകയാണ് നമ്മോട്, അതെന്താ അങ്ങനെ രണ്ട് വണ്ടി എന്തോ ഒരേ കിലോമീറ്റർ? രണ്ട് വണ്ടി ഒരു കിലോമീറ്റർ ആയി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. കാരണം രണ്ട് വേരിയൻ്റ് ആണ്. പക്ഷേ രണ്ട് ഓണർമാർ ഓടിയിട്ടുള്ള രണ്ടും ഒരേ കിലോമീറ്ററാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് രണ്ട് XL6 വന്നപ്പോഴും ഒരു 28,000 കിലോമീറ്ററും ഒരു 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ട് വാഹനങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾ, ഒരു അൽഫ ഓട്ടോമാറ്റിക് 25,000 കിലോമീറ്റർ സിംഗിൾ ഓണർ, അതുപോലെ തന്നെ ഒരു സീറ്റ മാനുവലി അത് 28,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. അപ്പോൾ നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ലോ കിലോമീറ്റർ വാഹനങ്ങൾ, സിംഗിൾ ഓണർഷിപ്പ് വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വല്ലാതെ കിലോമീറ്റർ ആയിട്ടുണ്ടല്ലോ. അത് മാത്രമല്ല നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീസെല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക് 7 സീറ്റ് നോക്കുന്ന ആളുകളിലേക്ക് ഈ വാഹനത്തിൻ്റെ ഒരു വീഡിയോയും, അതുപോലെ തന്നെ 7 സീറ്ററുകൾ മാനുവൽ നോക്കുന്ന ആളുകളിലേക്ക് ഇത്. അപ്പോൾ ഈ 7 സീറ്ററുകൾ നോക്കുന്ന അതോ നല്ലൊരു ഹൈബ്രിഡ്, സ്മാർട്ട് ഹൈബ്രിഡ് വരുന്ന വാഹനങ്ങളാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളും ഉണ്ടാവും. ഇൻറ്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കുക, വാഹനത്തിൻ്റെ എല്ലാ ഭാഗം കാണിക്കുക. ഒരു ടച്ചപ്പോ പെയിൻറ്റിങ്ങോ ഒന്നും കയറിയിട്ടില്ല, ഒരു റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങളാണ്. ഈ ഒരു വാഹനത്തിന് നമ്മൾ ഇൻറ്റീരിയർ പ്രത്യേകം എടുത്ത് പറയേണ്ട, ഈ ഒരു ബാക്ക് റോയിൽ വരുന്ന ഈ ഒരു സീറ്റ്, സെക്കൻഡ് റോയിൽ വരുന്ന ഈ ഒരു സീറ്റ്, നമുക്കൊരു ഇന്നോവ ക്രിസ്റ്റയിൽ ഇരിക്കണം അതേ ഫീലിംഗ് എന്ത് ചെയ്യാൻ പറ്റും ഇതിലിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മക്കൾക്കാണ് നമ്മൾ ഏറ്റവും ബാക്കിൽ സീറ്റ് കംഫർട്ടായിട്ട്, ഇങ്ങനത്തെ 7 സീറ്റിലൊക്കെ ചെറിയ മക്കളെ നമ്മൾ ഇരുത്താറുള്ളത്. അപ്പോൾ അതിലും ഇവർക്ക് എന്ത് ചെയ്യുക, ഇതിലെ പാസ് ചെയ്ത് സുഖമായിട്ട് പോകാം. അതുപോലെ തന്നെ നമുക്കൊരു ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന പോലെ എന്ത് ചെയ്യാം, ഈ വാഹനത്തിൽ യാത്ര ചെയ്യുക. അപ്പോൾ ഇൻറ്റീരിയറിൽ പിന്നെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഒരു സീറ്റ മാനുവലിലാണെങ്കിലും അൽഫ ഓട്ടോമാറ്റിക്കലും ഇൻറ്റീരിയറിലൊന്നും മാരുതി എന്ത് ചെയ്തിട്ടില്ല, ഒരു പിഷ്കത്തരം കാണിച്ചിട്ടില്ല. നല്ല ഒരു പ്രീമിയം ഇൻറ്റീരിയർ ആയിട്ട് തന്നെ ഈ വാഹനം എന്ത് ചെയ്യുക, നമുക്ക് ഫീൽ ചെയ്യും. നല്ല വാഹനങ്ങൾ നോക്കുന്ന ആളുകളേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.